എല്ലാവരും തിരയുന്നത് ഒരു മാജിക് ഡ്രിങ്കിനു വേണ്ടിയാണ്. ഒരു പ്രത്യേക ഇല, അല്ലെങ്കിൽ ഒരു പൊടി, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഹെർബൽ വാട്ടർ. ഒറ്റയടിക്ക് എല്ലാം ശരിയാക്കുന്ന ലളിതമായ ഒന്ന്. പക്ഷേ പലരും കേൾക്കാൻ ആഗ്രഹിക്കാത്തൊരു കയ്പുള്ള സത്യമുണ്ട്. ഈ പരസ്യങ്ങളിൽ പറയുന്നത് പോലെയാണ് ഹെർബൽ ഡ്രിങ്കുകൾ പ്രവർത്തിക്കുന്നതെങ്കിൽ ഇവിടുത്തെ ആശുപത്രികളെല്ലാം എന്നേ പൂട്ടിയേനെ. ഞാൻ പറയുന്നത് തെറ്റിദ്ധരിക്കരുത്. ഔഷധസസ്യങ്ങൾ വ്യാജമാണെന്നല്ല. സസ്യങ്ങളിൽ ഗുണകരമായ ഘടകങ്ങളുണ്ട്. അവയ്ക്ക് നീർക്കെട്ട് കുറയ്ക്കാനും ദഹനത്തെ സഹായിക്കാനുമൊക്കെ സാധിക്കും. പക്ഷേ ആളുകൾ കുടുങ്ങിപ്പോകുന്ന ഒരിടമുണ്ട്. രാവിലെ കുടിക്കുന്ന ആ ഒരു ഗ്ലാസ് ഹെർബൽ ഡ്രിങ്ക് ബാക്കി ദിവസം മുഴുവൻ താൻ കഴിക്കുന്ന മോശം ഭക്ഷണത്തിന്റെ ദോഷഫലങ്ങളെ ഇല്ലാതാക്കുമെന്ന് അവർ വിശ്വസിക്കുന്നു. ആ ചിന്താഗതിയാണ് യഥാർത്ഥ പ്രശ്നം. നാരങ്ങയോ ഇഞ്ചിയോ മഞ്ഞളോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രഹസ്യ പൊടിയോ വെള്ളത്തിൽ കലക്കി കുടിച്ചാൽ പിന്നെ മറ്റൊന്നും മാറ്റേണ്ടതില്ലെന്ന് നമ്മൾ കരുതുന്നു. ജങ്ക് ഫുഡും പഞ്ചസാരയും റിഫൈൻഡ് കാർബ്സും പാക്കറ്റ് ഭക്ഷണങ്ങളും യഥേഷ്ടം കഴിക്കാം. രാവിലെ ഈ ഒരു ഡ്രിങ്ക് വന്ന് എല്ലാം ക്ലീൻ ആക്കിക്കൊള്ളും. നമ്മുടെ ബയോളജി അങ്ങനെയല്ല പ്രവർത്തിക്കുന്നത്. മാർക്കറ്റിംഗ് വാഗ്ദാനങ്ങൾ നിങ്ങളുടെ ശരീരത്തിന് മനസ്സിലാകില്ല. നമുക്കെപ്പോഴും കുറുക്കുവഴികളോടാണിഷ്ടം. അച്ചടക്കമില്ലാതെ, അധ്വാനമില്ലാതെ, ശീലങ്ങൾ മാറ്റാതെ റിസൾട്ട് വേണം. ഹെർബൽ ഡ്രിങ്കുകൾ വിറ്റഴിക്കപ്പെടുന്നത് അവ പ്രതീക്ഷ വിൽക്കുന്നതുകൊണ്ടാണ്. ത്യാഗങ്ങളില്ലാത്ത ആരോഗ്യം അവർ വാഗ്ദാനം ചെയ്യുന്നു. പക്ഷേ ആരോഗ്യം ഒരിക്കലും അങ്ങനെ ലഭിക്കില്ല. യഥാർത്ഥ പ്രശ്നം ഹെർബൽ ഡ്രിങ്കുകൾ പ്രവർത്തിക്കുന്നില്ല എന്നതല്ല, മറിച്ച് നമ്മുടെ ആധുനിക ഭക്ഷണരീതി അമ്പെ പരാജയമാണ് എന്നതാണ്. രാവിലെ മുതൽ രാത്രി വരെ കാർബോഹൈഡ്രേറ്റും പഞ്ചസാരയും, എല്ലാ പാക്കറ്റിലും റെസ്റ്റോറന്റ് ഭക്ഷണത്തിലും ഒളിച്ചിരിക്കുന്ന വെജിറ്റബിൾ ഓയിലുകൾ, ഇതിനിടയിൽ ശരീരത്തിന് വിശ്രമം നൽകാത്തുള്ള ലഘുഭക്ഷണങ്ങൾ. ലാബുകളിൽ നിർമ്മിച്ച ഭക്ഷണം ഒരു ആദിമ മനുഷ്യന്റെ ശരീരത്തിലേക്ക് അടിച്ചേൽപ്പിക്കുന്നു. എന്നിട്ടൊരു ചെടിയുടെ നീര് വന്ന് അത് ശരിയാക്കണമെന്ന് വാശി പിടിക്കുന്നു. പഞ്ചസാര കഴിച്ചുണ്ടാക്കിയ ഇൻസുലിൻ റെസിസ്റ്റൻസിനെയോ നിർത്താത്ത സ്നാക്കിംഗ് കാരണം വന്ന ഫാറ്റി ലിവറിനെയോ ഒരു ഹെർബൽ വാട്ടറിനും മാറ്റാൻ കഴിയില്ല. മോശം ഡയറ്റിനെ ഒരു ഡ്രിങ്ക് കൊണ്ടും തോൽപ്പിക്കാൻ പറ്റില്ല. ചപ്പുചവറുകൾ നിറഞ്ഞ ഒരു മുറിയിൽ പെർഫ്യൂം അടിച്ചാൽ ആ മുറി വൃത്തിയാകില്ല. അവിടെ പെർഫ്യൂമിന്റെ കുറവല്ല പ്രശ്നം, ആ മാലിന്യമാണ് മാറ്റേണ്ടത്. ചിലർ പറയും, ഇതെന്റെ സുഹൃത്തിന് ഗുണം ചെയ്തു എന്ന്. സത്യത്തിൽ അവിടെ എന്താണ് സംഭവിച്ചത്? ആ ഡ്രിങ്ക് കുടിച്ചു തുടങ്ങിയപ്പോൾ അവരറിയാതെ തന്നെ ജങ്ക് ഫുഡ് കുറച്ചിട്ടുണ്ടാകും, അല്പം നടക്കാൻ തുടങ്ങിയിട്ടുണ്ടാകും. ആ ക്രെഡിറ്റ് മുഴുവൻ ഡ്രിങ്കിന് പോയി. പക്ഷേ മാറ്റം കൊണ്ടുവന്നത് അവരുടെ ജീവിതശൈലിയാണ്. ഹെർബൽ ഡ്രിങ്കുകൾ സപ്പോർട്ട് ടൂളുകൾ മാത്രമാണ്. ഡയറ്റ് കൃത്യമാണെങ്കിൽ മാത്രം സഹായിക്കുന്നവ. മാർക്കറ്റിംഗ് തന്ത്രങ്ങളിൽ വീഴരുത്. ആരെങ്കിലും ഭക്ഷണം മാറ്റാതെ ആരോഗ്യം വാഗ്ദാനം ചെയ്യുന്നുണ്ടെങ്കിൽ അത് സയൻസ് അല്ല, വെറും ഫാൻസിയാണ്. നിങ്ങളുടെ ശരീരത്തിനാവശ്യം മാന്ത്രിക വിദ്യകളല്ല, മറിച്ച് കേടുപാട് വരുത്താത്ത ഭക്ഷണ രീതിയാണ്. അതുകൊണ്ട് ഈ ഒറ്റ പാനീയം എല്ലാം ശരിയാക്കുമെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവരോടൊരൊറ്റ ചോദ്യം ചോദിക്കുക: എൻ്റെ ഡയറ്റിൻ്റെ കാര്യമോ? ഈ പറഞ്ഞ കാര്യങ്ങളിൽ യുക്തി തോന്നുന്നുണ്ടെങ്കിൽ ഇത് മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക. സത്യസന്ധമായ ഹെൽത്ത് ടിപ്സുകൾക്കായി ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ.